എല്ലാവർക്കും നമസ്കാരം. യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന് ആദ്യമായിട്ട് ആണ് ഞാനൊരു യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ പലരും ഒരുപക്ഷെ അവിശ്വസനീയമായിട്ട് തോന്നാം. കാരണം കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് യുക്തിവാദി പ്രസ്ഥാനത്തിന് ഒപ്പം നടക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഏതെങ്കിലും ഒരു യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഏതാണ്ട് 22 മണിക്കൂർ യാത്ര ചെയ്ത് 20 മിനിറ്റ് വന്ന് സംസാരിക്കണം എന്നുള്ള ഓഫറായിരുന്നു പാറക്കൽ ചേട്ടൻ മുന്നോട്ട് വെച്ചത്. ഞാൻ സസന്തോഷം അത് സ്വീകരിക്കുകയായിരുന്നു. ഇന്നൊരു അല്പം കൂടി ഒരു 5-10 മിനിറ്റ് കൂടുതൽ സംസാരിക്കാനായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതും ചെയ്യാമെന്ന് കരുതുന്നു. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന് വലിയൊരു ചരിത്രമുണ്ട്. കുതിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, കിതപ്പുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒരുപാട് വൈവിധ്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാമേന്ദ്രൻ സാറ് ആദ്യമായി പറഞ്ഞൊരു 2 കാര്യങ്ങൾ. ഒന്ന്, യുക്തിവാദികൾ അല്ലെങ്കിൽ ഫ്രീ തിങ്കേഴ്സ് അവര് പല പല കൂട്ടായ്മകൾ ഉണ്ടാക്കാറുണ്ട്, അതിൽ തെറ്റില്ല. അതോടൊപ്പം തന്നെ അത്തരം കൂട്ടായ്മകൾക്ക് ഒരു ഏകീഭാവം, ഒരു ത്രെഡ് ഉണ്ടാവണം. നമ്മൾ എങ്ങനെയാണോ ഒരു നൂലിൽ പുഷ്പങ്ങൾ ചേർത്തൊരു മാല ഉണ്ടാക്കുന്നത്, അതുപോലെ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ഈ സമ്മേളനത്തിന്റെ സന്ദേശം അത് തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു പഴയ ഒരു വാചകമുണ്ട്, സർക്കാർ തലത്തിൽ പ്രൊമോട്ട് ചെയ്തൊരു വാചകമാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒന്നാണ് നമ്മുടെ കാലത്തിന്റെ ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നു. 90% അല്ല, പലപ്പോഴും 99% വരെ പല കാര്യങ്ങളിലും യോജിച്ചു പോകാൻ കഴിയുന്ന ആൾക്കാർ. ബാക്കിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു പാപമൊന്നുമല്ല, ഒരു ആപത്തുമല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനിടയിൽ നമ്മൾ നിലനിർത്തേണ്ടത് ഒരു കാര്യം, മാൻ ടു മാൻ റിലേഷൻഷിപ്പിലെ ചില കോമൺ സിവിലിറ്റി എന്ന് നമ്മൾ പറയും, സാമാന്യ മര്യാദകൾ, പരസ്പരമുള്ള കരുതലുകൾ, ചില ഒഴിവാക്കാൻ കഴിയാത്ത ജാഗ്രതകൾ, ഇതെല്ലാം സാമൂഹ്യപരമായിട്ടുള്ള മനുഷ്യനുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. അത്രയും നിലനിർത്താൻ കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും ഒരു വിഷയമല്ല. കാരണം ഇന്ത്യയിൽ ആരൊക്കെയാണ് ഉള്ളത്, കേരളത്തിൽ ആരൊക്കെയാണ് ഉള്ളത്, ഇവിടെ ഇരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഉള്ളവര്? ഓരോരുത്തരും അവരുടേതായ മസ്തിഷ്കവുമായിട്ട് ജീവിക്കുന്നവരാണ്. ചിന്തകൾ, സിദ്ധാന്തങ്ങൾ, ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഭിന്നതകൾ ആ രീതിയിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ സ്വാഭാവികമായി ഉണ്ടാകേണ്ട കാര്യമാണ്. ഉണ്ടെങ്കിൽ അത് നിലനിർത്തുന്നതിലും കുഴപ്പമില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. 2, യുക്തിവാദി സംഘത്തിൽ സംഘടനയിലുള്ളവരുണ്ട്, സംഘടനയില്ലാത്തവരുണ്ട്. പലപ്പോഴും മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോൾ, ഈ അടുത്തിടെ നമ്മുടെ ഡോക്ടർ N. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന, അദ്ദേഹത്തിന്റെ പേര് പറയാൻ പാടില്ല, കാര്യം അദ്ദേഹം പറയുന്നത് ഇനി എന്റെ പേര് പറയില്ല എന്നാണ്. എന്റെ പേര് അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് പ്രശസ്തി ഉണ്ടാവും എന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ പ്രിന്റഡ് നോട്ട് എന്ന് വിളിക്കുകയാണ്. അദ്ദേഹം മൊത്തം പറയുന്നത് പ്രിന്റഡ് നോട്ട്സ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ്. അദ്ദേഹം പറഞ്ഞത് എണ്ണത്തിൽ വളരെ കുറവാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം തന്നെ ഞാൻ കോട്ട് ചെയ്യുകയാണ്. കാണാൻ ഒരു പട്ടിയും ചെല്ലാത്ത യുക്തിവാദി സമ്മേളനങ്ങൾ, അവിടെ പട്ടികളെ പോലെ ഓരിയിടുന്ന കുറെ നേതാക്കൾ, ഇതൊക്കെ ആര് ശ്രദ്ധിക്കാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഇതൊരു ആശയം എന്ന നിലയിൽ എണ്ണം കുറവാണ് എന്നുള്ളത്, എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു തർക്കം നമ്മൾ ഒരിക്കലും ഉയർത്തിയിട്ടില്ല. എണ്ണം ഉണ്ടാക്കി കളയാമെന്നുള്ള ഒരു കരാറും നമ്മൾ ഏർപ്പെട്ടിട്ടുള്ള ഒന്നല്ല. പക്ഷെ ഉപയോഗിച്ച ആ ഭാഷ നോക്കുക, ഇത് അടിസ്ഥാനപരമായിട്ട് വരുന്നത് ഒരു മതബോധത്തിൽ നിന്നാണ്. യുക്തിവാദികൾ പൊതുവിൽ അവർക്ക്
പ്രതികരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത് മതവുമായി കൃത്യമായൊരു നിലപാടുള്ള ഒരു സാമൂഹ്യ വിഭാഗമാണ് നമ്മൾ. വേറെ ആർക്കും അങ്ങനെ ഒരു നിലപാടില്ല. അതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആയിരക്കണക്കിനുള്ള സംഘടനകളും ഗ്രൂപ്പുകളും നിങ്ങൾ കേരളത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ മതവുമായി വളരെ കൃത്യമായൊരു നിലപാട് തറയിൽ നിലകൊള്ളുന്ന ഏക ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും മാത്രമാണ്. അപ്പോൾ അതിന്റെ ഫൾക്രമാണ്, അതിന്റെ ഫോക്കസാണ്. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മതത്തെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ മതങ്ങൾക്കെതിരെ അധിക്ഷേപം നടത്തുന്നു എന്നല്ല അതിന്റെ അർത്ഥം. മതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ആശയധാരയുണ്ട്, ഒരു ചിന്താധാരയുണ്ട്. അതിനെയാണ് നമ്മൾ മതപരത അല്ലെങ്കിൽ റിലീജിയോസിറ്റി എന്ന് വിളിക്കുന്നത്. റിലീജിയോസിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി അയുക്തികമായ, പാരമ്പര്യാധിഷ്ഠിതമായ, തെളിവുകളോട് യാതൊരു വിധേയത്വവുമില്ലാത്ത ഒരു മനോഭാവമാണ്. യാഥാർത്ഥ്യത്തോടുള്ള ഒരു വിരതി കൂടിയാണ്, അലർജി ടുവേർഡ്സ് റിയാലിറ്റി, അതുകൂടി അതിനകത്ത് അധിഷ്ഠിതമാണ്. ഈ മതപരതയാണ് പലപ്പോഴും മതത്തെ വിമർശിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മതജന്യമായ നിരവധിയായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അയുക്തിപരമായിട്ടുള്ള നിലപാടുകളുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഉരുവം കൊള്ളുന്നവയാണ് പലപ്പോഴും കപട സിദ്ധാന്തങ്ങള്, കപട ചികിത്സകള്, കപടവാദങ്ങള്, സൈദ്ധാന്തികമായിട്ടുള്ള വാചാടോപങ്ങള്. ഇതെല്ലാം റിലീജിയസിറ്റിയുടെ ഉൽപ്പന്നങ്ങളാണ്. അതിന് ഏറ്റവും വലിയ ഉൽപ്പന്നം മതമാണ്. പക്ഷേ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒരു മൈൻഡ് സെറ്റിൽ നിന്നാണ് വരുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ പ്രോഡക്റ്റ്, ഇറ്റ്സ് എ സെറിബ്രൽ പ്രോഡക്റ്റ്. മതം അതിന്റെ ഏറ്റവും ഉഗ്രഭാവത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഭയാനകമായ രൂപത്തിൽ നിലകൊള്ളുന്നുണ്ട്. പലപ്പോഴും നമ്മൾ മതത്തെ വിമർശിക്കുമ്പോൾ പലപ്പോഴും ഒരു കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. നമ്മൾ കാണുന്നത് ഒരു മതത്തെ മാത്രം വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു തലത്തിൽ നിന്ന് കുറെ കൂടി വൈവിധ്യപൂർണമായിട്ടുള്ള ഒരു വിമർശന പദ്ധതി കഴിഞ്ഞ 5-6 വർഷമായിട്ട് കേരളത്തിൽ പൊതുവെ കാണുന്നുണ്ട്. കപട ചികിത്സകൾക്കെതിരെ, ആന്റി വാക്സിനേഷൻ ക്യാമ്പയിൻസിനെതിരെ, വൈരുദ്ധ്യാത്മക ഭൗതികവാദം, സൈദ്ധാന്തിക വാചാടോപങ്ങൾ, ഇതിനെതിരെയൊക്കെ കേരളത്തിലെ യുക്തിവാദികൾ കഴിഞ്ഞ 5-6 വർഷമായി വിമർശന പദ്ധതികളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഒരുപക്ഷെ അത് വളരെ കാലികമായ ഒരു മാറ്റം കൂടിയാണ്. കാരണം ഏതൊരു സിദ്ധാന്തവും നടപ്പിൽ വരുത്തേണ്ടത് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ. പണ്ട് ഫ്രഞ്ച് ക്രിട്ടിക്കായിട്ടുള്ള ടെയിന്റെ ഒരു തിയറി ഉണ്ട്, അത് സാഹിത്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞാണ്. ദ മൊമെന്റ്, ദ റേസ് ആൻഡ് ദ മില്യൂ എന്നാണ് പറയുന്നത്. ദ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഏത് കാലത്താണോ നിങ്ങളത് ചെയ്യുന്നത് ആ കാലം പ്രധാനമാണ്. റേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വംശമാണെങ്കിലും പൊതുവിൽ ഏത് ജനതയുടെ മേളിലാണ് നിങ്ങൾ ആ പദ്ധതി നടപ്പിലാക്കുന്നത് ആ ജനതയുടെ സ്വഭാവ സവിശേഷതകൾ എന്നുള്ളതാണ്. മില്യൂ എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു ഫ്രഞ്ച് ടേമാണ്. അതിന്റെ അർത്ഥം ടോട്ടാലിറ്റി ഓഫ് കൾച്ചറൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ എൻവയോൺമെന്റ് എന്നുള്ളതാണ്. അതായത് സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, ബൗദ്ധിക പരിസ്ഥിതികളുടെ ആകത്തുക. ഈ 3 കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടേ നിങ്ങളൊരു ടൂൾ പ്രയോഗിക്കാവൂ എന്നുള്ളതാണ്. എൻലൈറ്റൻമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ മുന്നിലുള്ളത് യൂറോപ്യൻ മാതൃകയാണ്. പക്ഷെ യൂറോപ്യൻ മാതൃക നമുക്ക് സ്വീകാര്യമാണോ എന്നുള്ളൊരു ചോദ്യം കേരളത്തിലെ സ്വതന്ത്ര ചിന്തകർ വളരെ ആഴത്തിൽ സ്വയം ഉന്നയിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പരാജയപ്പെടുന്ന പോരാട്ടത്തിനും പോരാളികളെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും എന്തുകൊണ്ട് കുറെ കൂടെ യുക്തിഭദ്രമായിട്ടുള്ള ചില നിലപാടുകളിലൂടെ പരാജയത്തിന്റെ ആഴം കുറയ്ക്കുകയോ വിജയത്തിലേക്ക് കുറെയൊക്കെ മുന്നേറുകയോ ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പലപ്പോഴും റഷ്യയിൽ മഴ പെയ്യുമ്പോൾ ഇന്ത്യയിൽ കൊട പിടിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് പണ്ട് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ കാര്യത്തിലും അത് ഏറെക്കുറെ ബാധകമാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ജ്ഞാനോദയത്തിന്റെ യൂറോപ്യൻ മാതൃക അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മളുടെ സാമൂഹിക, സാംസ്കാരിക, ബൗദ്ധിക, രാഷ്ട്രീയ പരിസ്ഥിതികൾക്ക് അനുസരണമായിട്ട് ഇവിടെ പ്രയോഗിക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം എന്ന് ഞാൻ കരുതുന്നു. അപ്പടി പകർത്തുക എന്ന് പറയുമ്പോൾ പലപ്പോഴും മുള്ളു സഹിതം തൊണ്ടയിൽ കുരുങ്ങാൻ സാധ്യതയുണ്ട്. മുള്ളൊക്കെ തൊണ്ടയിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ
ആഹാരം കഴിക്കുന്നതിന്റെ രുചിയെ തന്നെ നഷ്ടപ്പെടും. പിന്നെ ചിലപ്പോൾ ആഹാരം തന്നെ വേണ്ടെന്ന് തോന്നും. ഒരു അപ്രായോഗികതയുടെ ഒരു എലമെന്റ് പലപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ടതുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ സിദ്ധാന്തമായിട്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഗ്രൂപ്പിന്റെ അനുബന്ധമായിട്ട് നമ്മൾ കേരളത്തിൽ സ്വതന്ത്ര ഇന്ത്യ യുക്തിവാദം പോവുകയും ഒരുപക്ഷെ ഒരു വമ്പൻ പതനത്തിലേക്ക്, ഒരു ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് എന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയാണ് ഒരു സ്വതന്ത്ര ചിന്തകന് വാലായി പ്രവർത്തിക്കാൻ കഴിയുക, അല്ലെങ്കിൽ മറ്റൊന്നിന്റെയെങ്കിലും ഒരു ചേർപ്പായി നിൽക്കാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൽ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് വളരെ ഗുണപരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിൽ ഒരു വലിയ ഘടകമായിട്ട് മലപ്പുറത്തെ യുക്തിവാദി സംഘം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ പോയിന്റ്. കാരണം ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് ചേഞ്ച്. എങ്ങനെയാണത് വന്നത് എന്ന് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുണ്ട്, യുക്തിവാദി സംഘങ്ങളുണ്ട്, ഒരുപാട് സയൻസ് ട്രസ്റ്റ് ഉണ്ട്, വിശ്വേട്ടന്റെ കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം, നിരവധിയായിട്ടുള്ള സംഘടനകളുണ്ട്. എല്ലാവർക്കും അനുസരിക്കാൻ ബാധ്യതയുള്ള ഒരുപിടി അഭിപ്രായ സമന്വയമുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോ വാക്സിനെതിരെയുള്ള ഒരു വിമർശന പദ്ധതി, ഹോമിയോപ്പതിക്കെതിരെയുള്ള ഒരു വിമർശന പദ്ധതി, ഇതൊക്കെ ഒരുപക്ഷെ കേരളത്തിലെ പരമ്പരാഗത യുക്തിവാദി പ്രസ്ഥാനത്തിൽ ആരും അത്ര പ്രാധാന്യത്തോടെ കാണാതിരുന്നതോ അല്ലെങ്കിൽ വളരെ സൗകര്യപൂർവ്വം ടോളറേറ്റ് ചെയ്തിരുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഞാൻ 2010 ഈ രംഗത്തേക്ക് വരുമ്പോൾ എന്നോടൊരു വലിയൊരു അന്നത്തെ ഒരു യുക്തിവാദി സംഘം നേതാവ് പറഞ്ഞത്, എന്തിനാണ് പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നത്? എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അദ്ദേഹം ഒരു ബിരുദ തലത്തില് സുവോളജിയൊക്കെ പഠിച്ചു എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, അതൊരു നമ്മളെന്തിനാ അതിന്റെയൊക്കെ പുറകെ പോകുന്നത്? അത് സിദ്ധാന്തമല്ലേ, അത് നമ്മളുമായിട്ട് എന്താണ് ബന്ധം? അപ്പൊ അവിടെ ഒരുപാട് കാര്യങ്ങൾ, ആ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഒരു ഉത്തരം തന്നെ അർഹിക്കുന്നില്ല. കാര്യം ഒരുപാട് കാര്യങ്ങൾ അവിടെ ചോർന്നു പോയിരിക്കുന്നു അദ്ദേഹത്തിന്റെ യുക്തിബോധത്തിൽ നിന്ന്. പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അതിന്റെ ടൂളായിട്ടുള്ള നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ഒരു സ്വതന്ത്ര ചിന്തകനോ അല്ലെങ്കിൽ ഒരു യുക്തിവാദിക്കോ ഒന്നും മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല അതിന് പല പല തലത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ശാസ്ത്രവുമായി അതിനെ ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. കുറെ നാള് ഫിലോസഫി എന്ന് പറയുന്നത് ശാസ്ത്രം എന്ന് പറയുന്നതും ഇത് രണ്ടും കൂടെ ചേർന്നാണ് യുക്തിവാദം, റാഷണലിസം എന്നുള്ള ഒരു തിയറി ഇപ്പോഴും നിലവിലുണ്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇത് മതാത്മക ചിന്തയിൽ നിന്ന് വരുന്ന ഒരു സിദ്ധാന്തം തന്നെയാണ്. ഇറ്റ്സ് ആക്ച്വലി എ പ്രോഡക്റ്റ് ഓഫ് റിലീജിയസിറ്റി. റിലീജിയസിറ്റി വലിയ തോതിൽ യുക്തിവാദികളുടെ ഇടയിലും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഒരു തെളിവാണ് ഫിലോസഫി പ്ലസ് സയൻസ് ഇസ് ഈക്വൽ ടു റാഷണലിസം എന്നുള്ള വാചകം. ആരും അത് അംഗീകരിക്കുന്നില്ല. ഒരു ഫിലോസഫി എന്താണ് എന്ന് അറിയുന്നതിന്റെ പ്രശ്നമാണ് അവിടെ. അവർ പറയുന്നത് ഫിലോസഫി പലപ്പോഴും നിങ്ങളെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സംഗതിയൊന്നുമല്ല ഫിലോസഫി. ഫിലോസഫി മൂല്യങ്ങളെ കുറിച്ച് ചർച്ച ഉണ്ടാവാറുണ്ട്. മാത്രമല്ല മൂല്യങ്ങൾ എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. മൂല്യങ്ങൾ ബയോളജിക്കലാണ്, സോഷ്യലാണ്, ഇന്റലക്ച്വലാണ്, ബൗദ്ധികമാണ്, സാമൂഹികമാണ്, ഈവൻ വൈകാരികപരം കൂടിയാണ്. ഈ മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളുടെ മസ്തിഷ്കത്തിന്റെ ഒരു ഉൽപ്പന്നമാണ്. കരുണയും ദയയും സഹവർത്തിത്വവും ഒക്കെ യഥാർത്ഥത്തിൽ എല്ലാ ജീവികളുടെ ഇടയിൽ കാണപ്പെടുന്ന, ചെറിയ രൂപത്തിലെങ്കിലും കാണപ്പെടുന്ന സവിശേഷതകൾ തന്നെയാണ്. അതിന്റെ കുറച്ചുകൂടി വിപുലമായൊരു രൂപമാണ് 1400 cc ബ്രെയിനുള്ള മനുഷ്യൻ കാണുന്നു എന്നുള്ളത് മാത്രമാണ്. അതിന് നമ്മൾ മതം പഠിക്കുകയോ മതം പഠിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് അവിടെ പ്രധാനമല്ല. സഹജമായുള്ള മൂല്യബോധത്തെ നമുക്ക് കഥകൾ കൊണ്ട്, അനുഭവങ്ങൾ കൊണ്ട്, പഠനങ്ങൾ കൊണ്ട് മെച്ചപ്പെടുത്താം എന്നുള്ളതാണ്. ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇല്ലാത്തതിനെ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പോ ക്രിസ്ത്യൻ മൊറാലിറ്റിയിൽ 7 കൊടും പാവങ്ങളെ കുറിച്ച് പറയാറുണ്ട്. 7 deadly sins. അസൂയ, കോപം, ആർത്തി, അങ്ങനെയൊക്കെ പറയുന്ന 7 വൻ പാപങ്ങൾ. ഈ പാപങ്ങൾക്കെതിരെയുള്ള ഒരു ഐതിഹാസികമായ പോരാട്ടമാണ് മതജീവിതം എന്നാണ് അവർ പറയുന്നത്.
ഈ പാപങ്ങളിൽ നിന്ന് മനുഷ്യരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ പാപങ്ങളിൽ ഒന്നും തന്നെ ഇന്നുവരെ മനുഷ്യനിൽ നിന്ന് ഒട്ടും കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല. അതായത് ഉള്ളത് അവിടെ ഉണ്ടാവും, ഇല്ലാത്തത് ഉണ്ടാക്കാനും സാധിക്കില്ല. മതം നിരന്തരമായി പോരാടുന്നു എന്ന് പറയുന്ന കൊടും പാപങ്ങൾ ഒരിക്കലും മനുഷ്യനിൽ നിന്ന് പോവില്ല. അത് കൊടും പാപങ്ങളും അല്ല, അങ്ങനെ പാവങ്ങളെ അല്ല. അതൊക്കെ നമ്മൾ അതിജീവനത്തിനായിട്ടുള്ള ടൂളുകളായിട്ട് നമ്മളുടെ സാമൂഹിക പരിസ്ഥിതികളിൽ നമ്മൾ നിർമ്മിച്ചെടുത്തവയാണ്. അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഓട്ടോമാറ്റിക് റെസ്പോൺസ് ആണ്. രണ്ടാമത്, മതം ഉണ്ടാക്കി എന്ന് പറയുന്ന സ്നേഹം, കരുണ, ആർദ്രത എന്ന് പറയുന്നത് അത് ഉള്ളതാണ്. എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ശേഷി മതത്തിനില്ല. അത് വളരെ വ്യാജമായ ഒരു പ്രചരണമാണ്. ഉള്ളതൊട്ട് പോവുകയില്ല. അവർ തെറ്റാണെന്ന് പറയുന്നത് നിലനിൽക്കുകയും ചെയ്യും. സവിശേഷമായ ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ മൂല്യങ്ങളുടെ ഒരു ധാരയാണ് എന്നുള്ള കപടബാധത്തെ പൊളിക്കേണ്ടത്. മൂല്യങ്ങളും ഫിലോസഫിയായിട്ടൊരു ബന്ധമില്ല. സതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു? ഒരു ഫിലോസഫിയിൽ അധിഷ്ഠിതമാണ് സതി. ഐത്തം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയിൽ അധിഷ്ഠിതമാണ്. ഫിലോസഫി എന്ന് പറയുമ്പോൾ ശരിക്കും സ്പെക്കുലേഷനാണ്, ഊഹാധിഷ്ഠിതമായ ചിന്തയാണ് ഫിലോസഫി. അവിടെ തെളിവിന്റെ ആവശ്യം ഇല്ല യഥാർത്ഥത്തിൽ. ചില ഫിലോസഫികൾ വളരെ മാനവികമായിട്ട് തോന്നാം, ചിലത് അങ്ങനെ അല്ലാതെ വരാം. നാസിസവും ബേസിക്കലി ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി തന്നെയാണ്. ഫാസിസവും അങ്ങനെ തന്നെ, സതി അങ്ങനെ തന്നെ, അൺടച്ചബിലിറ്റി അങ്ങനെ തന്നെ. ഫിലോസഫിക്ക് നന്മയുടെ കുത്തകയൊന്നുമില്ല. മനുഷ്യനെ നേർവഴിക്ക് നയിക്കുന്ന ഒരു സാധനമല്ല ഫിലോസഫി. അങ്ങനെ ഫിലോസഫിയും സയൻസും കൂടെ ചേരുമ്പോൾ നന്മയായ ഫിലോസഫിയും വികാരരഹിതമായ സയൻസും ചേർന്നാണ് റാഷണലിസം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ശരിക്കും ധാരണക്കുറവാണ്, കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണക്കുറവാണ്. സയൻസ് ഓൾമോസ്റ്റ് ഒരു ടൂൾ എന്ന നിലയിലാണ്. അതായത് അന്ധവിശ്വാസിക്കും വിശ്വാസിക്കും ഫാസിസ്റ്റിനും പാസിഫിസ്റ്റിനും എല്ലാം ഒരേപോലെ ഉപയോഗിച്ചാൽ ഫലമുണ്ടാകുമെന്ന് തെളിവുള്ള ഒരു കാര്യമാണ് സയൻസ്. സയൻസിന് ധാർമ്മികയുടെ കുത്തക സയൻസ് അവകാശപ്പെടുന്നില്ല. സയൻസും മനുഷ്യനും മതി, ഫിലോസഫിയും സയൻസിന്റെ ആവശ്യമില്ല. സയൻസും മനുഷ്യനും ആവുമ്പോൾ മനുഷ്യന് യുക്തിബോധമുണ്ട്, അവന് മൊറാലിറ്റി ഉണ്ട്, അവന് മൂല്യബോധമുണ്ട്. അത് വെച്ച് അവൻ സയൻസ് ഉപയോഗിക്കുക എന്നുള്ള. സയൻസ് അത്തരം മൂല്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ ബി സയന്റിഫിക് ആൻഡ് ബി ഹ്യൂമൻ ബീയിങ്, അതാണ് ഹ്യൂമനിസത്തിന്റെ അടിസ്ഥാനം. റാഷണലിസ്റ്റുകളോട് എനിക്ക് പൊതുവിൽ പറയാനുള്ള ഒരു കാര്യം, ഹ്യൂമനിസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംബന്ധിച്ച് അനിവാര്യം, സംതിങ് ലൈക്ക് ഓക്സിജൻ ടു ബീയിങ് എ റാഷണലിസ്റ്റ്. മനുഷ്യന് ഒരുപക്ഷെ നമുക്കറിയാം, നമുക്ക് മറ്റ് ജീവികളോടുള്ള കരുതൽ സെക്കൻഡറിയാണ്. അത് നമ്മളുടെ ഒരു വലിയ ലിമിറ്റേഷനാണ്. അത് നമ്മൾ അതിജീവിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ക്ലെയിം മാത്രമാണ്. ഒരു ഗറില്ലയുടെ കുട്ടിയും ഒരു മനുഷ്യക്കുട്ടിയും അപകടത്തിൽ ചെന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം പൊക്കിയെടുക്കുന്ന മനുഷ്യക്കുട്ടിയെ തന്നെ ആയിരിക്കും. കാരണം ഒരു സ്പീഷീസ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം, ഒരു സ്പീഷീസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് നമ്മുടെ ഒരു പരിമിതിയാണ്. നമ്മുടെ പരിമിതികൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പൊ മനുഷ്യനോടുള്ള ബന്ധങ്ങളായിരിക്കണം നമ്മൾ പരമമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നീട് തൊട്ടടുത്ത് വരുന്ന മൃഗങ്ങൾ, നമുക്ക് അങ്ങനെ സാധിക്കൂ. എല്ലാം ഒരുപോലെയാണ്, ബാക്ടീരിയയോടുള്ള നിങ്ങളുടെ മനോഭാവം തന്നെയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന അയൽക്കാരനോട് ഉള്ളത് എന്നൊക്കെ പറയുന്നത് വെറും വാചാടോപം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമനിസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ അധ്യക്ഷ പ്രാസംഗികൻ പറഞ്ഞൊരു കാര്യം ഞാൻ ആലോചിക്കുകയാണ്. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് നമ്മളുടെ യുക്തിവാദ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താ രംഗത്ത് അഭൂതപൂർവമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ കരുതുന്നതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്റെ ഉത്തരം വളരെ കൃത്യമാണ്. ദ കൈൻഡ് ഓഫ് റെസ്പോൺസ് വി ഗെറ്റ്. ഞാൻ 2010 വരുമ്പോൾ കണ്ടതിൽ എത്രയോ ഇരട്ടി ആളുകൾ ഇപ്പോൾ നമ്മളെ പിന്തുടരാനും പ്രസിദ്ധീകരണങ്ങൾ വായിക്കാനും ഫേസ്ബുക്കിൽ നൂറുകണക്കിന് ആളുകളിൽ നിന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ, ഇപ്പോൾ ഒരു സീക്രട്ട് ഗ്രൂപ്പുകളിൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ്. ഒരു എത്തീസ്റ്റുകളുടെയൊക്കെ മാത്രം ഒരു സീക്രട്ട് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആയിരക്കണക്കിന് ആൾക്കാർ. ആ നിലയിലേക്ക് ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ മാറ്റത്തിന് നിസ്സാരമാക്കുന്ന തോതിലുള്ള മലവെള്ളപ്പാച്ചിലാണ് മറുവശത്ത് എന്നുള്ളതാണ് പ്രധാനം.
എതിർപ്പ് അല്ലെങ്കിൽ വിമർശനം കൂടുമ്പോഴും വലിയ തോതിലുള്ള മുന്നേറ്റം മതപരതയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ എണ്ണത്തില് കാര്യമുണ്ട് എന്ന് അവർ പറയുന്നു, പക്ഷെ നമുക്കതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. ഒരു ജില്ലയില് ഒരു 250 പേരുള്ള ഒരു സ്വതന്ത്ര ചിന്തകരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിരിക്കും. കാരണം ആളിനെ കൂട്ടുക, നമ്മൾ യഥാർത്ഥത്തിൽ ഇലക്ഷന് നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾക്ക് ആരെയും പ്രീണിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു തിരുത്തൽ ശക്തിയായി, ഒരു പരിഷ്കരണത്തിന്റെ ശക്തിയായിട്ട് നിലകൊള്ളാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് അടിസ്ഥാനപരമായിട്ട് വലിയ പ്രക്ഷോഭണങ്ങൾ സംഘടിപ്പിക്കുകയോ പ്രകടനങ്ങൾ നടത്തുകയോ ധർണ നടത്തുകയോ ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇന്റലക്ച്വൽ മൈനോറിറ്റി തന്നെയാണ്. നാസ്തികതയും സ്വതന്ത്ര ചിന്തയൊന്നും വലിയ ജനകീയമാക്കി കളയാമെന്നുള്ള ഒരു മിഥ്യാധാരണ ആർക്കും വേണ്ട. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, യെസ്, ജനകീയമാക്കിക്കൊള്ളാം എന്നുള്ള ഒരു മിഥ്യാധാരണ ആവശ്യമില്ല. കാര്യം ജനകീയമാകാൻ സാധ്യത വളരെ കുറവുള്ള ഒരു ചിന്ത തന്നെയാണ്. കാരണം നമ്മളുടെ പലപ്പോഴും ഇത്തരത്തിലുള്ള ചിന്തയ്ക്ക് യു ഹാവ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് യുവർ ബ്രെയിൻ. പലപ്പോഴും നിങ്ങളുടെ പല ചിന്താസരണികളും മതത്തിന് വളരെ അനുകൂലമാണ്. നമ്മളത് പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വിശ്വാസിയായി തീരുക എന്ന് പറയുന്നത് സംതിങ് ലൈക്ക് ഡക്ക് ടു വാട്ടർ സിറ്റുവേഷൻ ആണ്. ഒരു താറാവ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് പോലെ. കാരണം അവിടെ കുറെ കുഴികളുണ്ട്, കുറെ ബയസസ് ഉണ്ട്. നമ്മുടെ ചിന്താ പദ്ധതിയിൽ തന്നെ ഒരുപാട് ചെരിവുകളുണ്ട്. ഈ ചെരിവുകളിലൂടെ മതാത്മകമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ, കപട സിദ്ധാന്തങ്ങൾ വളരെ എളുപ്പം നിങ്ങൾക്ക് കടത്തിവിടാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ചിന്താപരമായ ഒരു മാറ്റം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മളുടെ ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ ജനബാഹുല്യമുള്ള പരിപാടികൾ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്രീമിനെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ആ ക്രീം മതിയാവും, നൂറുകണക്കിന് ആളുകൾ മതിയാവും. പലപ്പോഴും യുക്തിവാദി പ്രസ്ഥാനങ്ങളെയൊക്കെ 4-3-7 എന്നൊക്കെയാ പറയാ. സത്യത്തിൽ അവരെന്താണ് യുക്തിവാദം എന്ന് മനസ്സിലാക്കുന്നില്ല. എന്താണ് യുക്തിവാദം എന്ന് മനസ്സിലാക്കത്താണ് ഒരു വലിയ പ്രശ്നമായിട്ടുള്ളത്. ആൾപ്പെരുപ്പം കൊണ്ട് ഡിസ്ട്രാക്റ്റഡ്. ആൾപ്പെരുപ്പം കൊണ്ട് സാന്നിധ്യം അറിയിക്കേണ്ടത് ഒരു പ്രസ്ഥാനമേ അല്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഞാൻ ഈ വേദിയിൽ വെച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ സാധാരണ ഇതിൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ BJP, കോൺഗ്രസ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി, അവരെയൊക്കെ സംസ്ഥാന സമ്മേളനം, ജില്ലാ സമ്മേളനം, കോൺഗ്രസുകളൊക്കെ കൂടിയിട്ട് പറയുന്ന ഒരു സാധനമുണ്ട്, ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഇന്നാരാണ്. BJPക്കാർ കൂട്ടിയിട്ട് ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുമാണ്. മാർക്സിസ്റ്റ് പാർട്ടി കൂട്ടിയിട്ട് ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് വേണോ അതോ മാർക്സിസ്റ്റ് പാർട്ടി വേണോ എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. നാളെ വൈകിട്ട് അറിയാം. നോക്കൂ, എല്ലാവർക്കും ഒരു മുഖ്യ ശത്രുവിനെ ആവശ്യമാണ്, ഒരു എതിരാളി ആവശ്യമാണ്. വളരെ മതാത്മകമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. നിങ്ങൾ എപ്പോഴും ഒരു കൂട്ടർക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് എന്നുള്ള ഒരു കപടബോധ്യം, ഒരു മിഥ്യാധാരണ, അതിനാൽ നയിക്കപ്പെടുന്ന ആൾക്കൂട്ടങ്ങൾ, ഇതൊരു ഗോത്രീയമായ ഒരു സംസ്കാരമാണ് നടന്നത്. ഗോത്രങ്ങൾ എപ്പോഴും ഒരുമിച്ച് നിന്നത് എതിർഗോത്രത്തിന്റെ സാന്നിധ്യം ആണ് പ്രധാന കാര്യം. എതിർഗോത്രം ഇല്ലെങ്കിൽ പലപ്പോഴും നോക്കുക, കഥകളിൽ നോക്കുക, എപ്പോഴും ഒരു നായകനും ഒരു വില്ലനും ആവശ്യമുണ്ട്. പലപ്പോഴും വില്ലനും ഇല്ലാത്ത തലങ്ങളിൽ നിങ്ങൾ ഒരു ഫാൻഡം ഒപ്പോണന്റിനെ, ഒരു ഫാൻഡം വില്ലനെ ഉണ്ടാക്കുക. യഥാർത്ഥത്തിൽ ഇല്ല. ഒരു ഡോൺ കിക്സോട്ടിന്റെ ഒരു അനുഭവതലം നമ്മൾ സെർവന്റിസിൽ പറയുന്നുണ്ട്. പുള്ളി എന്നും വലിയ തോതിൽ ഈ രാക്ഷസന്മാരുമായിട്ടൊക്കെ പോരടിക്കാൻ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അപ്പൊ പുള്ളിയുടെ മുന്നിൽ രാക്ഷസന്മാരൊന്നും ഇല്ല. പുള്ളി പക്ഷേ അത് ചെയ്തേ പറ്റൂ. അപ്പൊ പുള്ളി എന്നാ ചെയ്യുന്നത്? രാത്രി ചെന്നിട്ട് കാറ്റാടി മരങ്ങളെല്ലാം വെട്ടിയിടുകയാണ്. എന്നിട്ട് ആൻഡ് ഹി ഫീൽസ് ദാറ്റ് ഹി ഈസ് ഫൈറ്റിംഗ് വിത്ത് ഹിസ് ടൈറൻസോ അല്ലെങ്കിൽ ജയൻസ്. പലരും നമ്മളുടെ രാഷ്ട്രീയത്തിലും സാമൂഹ്യ രംഗത്തിലൊക്കെ കാണുന്ന ഒരു രീതിയാണ് ഈ ഫാൻഡം ഒപ്പോണൻസിനെ സൃഷ്ടിക്കുക എന്നുള്ളത്. എന്തിനാണ് ഈ ഫാൻഡം ഒപ്പോണൻസിനെ സൃഷ്ടിക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്കറിയാം, നമ്മളെ ഒരു ഹിംസാത്മകതയുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഗോത്രബോധത്തിന്റെയും കൂടി അടിസ്ഥാനമാണ്. നമ്മളെ ഉറപ്പിച്ചു നിർത്താനും നമ്മളെപ്പോഴും സദാ പോരാട്ടത്തിലാണെന്ന് ബോധ്യപ്പെടുത്താനും ആണ് ഈ ഫാൻഡം ഒപ്പോണൻസിനെ പലപ്പോഴും പലരും കണ്ടെത്തുന്നത്.
കേരളത്തിലെ സ്വതന്ത്ര ഇന്ത്യ പ്രസ്ഥാനത്തില് യഥാർത്ഥത്തിൽ ഒരു BJP പോലെയോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെയോ കോൺഗ്രസിനെ പോലെയോ മുഖ്യ എതിരാളികൾ എന്നുള്ള രീതിയിൽ എതിരാളികളെ ഉണ്ടാക്കേണ്ട ബാധ്യത ഉണ്ടോ എന്നുള്ള ചിന്ത ആവശ്യമാണ്. മുഖ്യ എതിരാളികൾ എന്നുള്ളത് നമുക്ക് മുഖ്യ എതിരാളികൾ എന്ന അടിസ്ഥാനപരമായിട്ട് വി ആർ ആക്ച്വലി ഫൈറ്റിംഗ് റിലീജിയോസിറ്റിന്റെ ബഹുവിധ പ്രോഡക്റ്റുകൾക്കെതിരെയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെതിരെയോ അല്ലെ ഏതെങ്കിലും കുറെ ശക്തികൾക്കെതിരെയോ മുഖ്യ എതിരാളികളായി കണ്ടുകൊണ്ട് ഒരു ഫാസിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഏകശിലാഭാവത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടരായി യുക്തിവാദികൾ മാറണമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ഈ സമ്മേളനത്തിൽ ഉന്നയിക്കുകയാണ്. അങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അത് ശാസ്ത്രീയമായ യുക്തിഭദ്രമായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ സോപ്പ് നിർമ്മിക്കുന്ന ഒരാളാണ്. ഈ സോപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറെ പരിഷ്കൃതമായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള എൻലൈറ്റൻഡ് ആയിട്ടുള്ള കുറെ തലച്ചോറുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ ഈ സമൂഹത്തിലെമ്പാടും പടരുകയാണ്. അവരുടെ എഴുത്തിലൂടെ അവരുടെ അടുക്കളയിലെ ഡിസ്കഷൻ തൊട്ട് അവരുടെ തൊഴിൽ സ്ഥലത്ത് നടത്തുന്ന ചർച്ചകൾ വരെ അവരിലൂടെ ചില ചിന്താധാരകൾ ഇങ്ങനെ പ്രവഹിക്കുകയാണ്. അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ ഒരുപക്ഷെ ഒരു നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ലിൽ പോലും അവരുടെ ചിന്തകൾ രേഖപ്പെടുത്തപ്പെടുന്നു. അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുകൾ രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തുന്നവരെ സ്വാധീനിക്കുന്നു. ഒരു ആശയങ്ങളുടെ പണ്ട് മാത്യു അർണോളൊക്കെ പറയുന്ന കറന്റ് ഓഫ് ഐഡിയാസ്, ആശയങ്ങളുടെ ഒരു വലിയ ധാര ഇങ്ങനെ സമൂഹത്തിലേക്ക് സൃഷ്ടിച്ചു വിടുക എന്നുള്ളതാണ് നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കർത്തവ്യം. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് സോപ്പ് എന്ന് പറഞ്ഞാൽ കഴുകുക എന്നുള്ളതാണ്. സോപ്പ് നിർമ്മിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഈ സമൂഹത്തിലെ അഴുക്കുകൾ അതിനെ കഴുകിയെടുക്കാൻ സഹായിക്കുന്ന പുതിയ പുതിയ തലച്ചോറുകളെ ഉണ്ടാക്കുക എന്നുള്ളത്. രണ്ടാമതൊരു പ്രക്രിയയുണ്ട്, സോപ്പ് കഴുകുക എന്നൊരു പ്രക്രിയ കൂടിയുണ്ട്. ഞാൻ അത്ര ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ അല്ലത്. സോപ്പ് കഴുകുക എന്ന് പറയുമ്പോൾ സോപ്പാക്കി മാറ്റിയവരിൽ കൂടുതൽ ശുദ്ധീകരണം നടത്തുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ സോപ്പ് കഴുകുന്ന ഒരാളല്ല, സോപ്പ് നിർമ്മാണ തൊഴിലാളിയാണ്. സോപ്പ് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, സോപ്പ് കഴുകുമ്പോൾ കുറെ കഴിയുമ്പോൾ കഴുകി തീരുമ്പോൾ സോപ്പ് ഇല്ലാതാവും. അതിനകത്ത് ചിലപ്പോൾ ഒരു നാരിയോ ഒരു ചകിരിയോ അല്ലെങ്കിൽ ഒരു അല്പം അഴുക്കോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ കൂടുതൽ ശുദ്ധിയിലേക്ക് എന്നുള്ള ഒരു തത്വം അനുസരിച്ച് സോപ്പ് ഇരുന്ന് കഴുകി കഴിഞ്ഞാൽ പലപ്പോൾ സോപ്പില്ലാതാകും, നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആവും. ഇവിടെ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം, അതിശുദ്ധിവാദങ്ങൾ ശരിയല്ല എന്നുള്ളതാണ്. കാരണം മനുഷ്യനെ ഒരു സമ്പൂർണമായ ഒരു മെഷീൻ ലൈക്ക് പ്രോപ്പർട്ടി ഉള്ള ഒരാളായിട്ട് കാണുന്നത് യുക്തിവിരുദ്ധമാണ്. അങ്ങനെയല്ല. ഏറ്റവും യുക്തിസഹമായ കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളിൽ പോലും ചില ഒരു ഗ്രേ ഏരിയാസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ വളരെ യുക്തിഹീനം, ചിലപ്പോൾ വളരെ വൈകാരികമായി തന്നെ പെരുമാറുന്ന ആൾക്കാരുണ്ടാവും. മാൻ ഈസ് എ പാക്കേജ് ബേസിക്കലി. ഹീസ് എ ടെറിഫിക് ഡ്രീമർ സംടൈംസ്. ഒരു സ്വപ്നജീവിയാണ്, ഒരു വികാരജീവിയാണ്. പൂർണ്ണമായ ശുദ്ധിബോധത്തോടെ ഒരാശയവും നടപ്പിലാക്കാൻ മനുഷ്യന് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യുക്തിവാദികളെ പരിഷ്കരിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ ഒരു കരുതലും കരുണയും ആവശ്യമാണ് എന്നുള്ളതാണ്. അന്ധമായി എല്ലാവരെയും പരിഷ്കരിച്ച് നമ്മൾ തങ്കത്തിലേക്കുള്ള ഒരു പോക്ക്. സ്വർണം എന്ന് പറയുമ്പോൾ കുറച്ച് കോപ്പറൊക്കെ ചേർത്താണ്. കോപ്പർ ചേർക്കുമ്പോൾ സ്വർണം തങ്കമാണെങ്കിൽ സാധനം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് രാസപ്രവർത്തനങ്ങൾ വിധേയമാവുകയും പെട്ടെന്ന് അത് നശിച്ചു പോവുകയും ചെയ്യും. തനിത്തങ്കം. പക്ഷെ സ്വർണ്ണമാകുമ്പോൾ കുറേ നാൾ നിൽക്കും. അതിനകത്ത് കലർപ്പാണ്. കലർപ്പുകൾ എന്നുള്ളത് അനിവാര്യമായൊരു കാര്യമാണ്. കലർപ്പുകളില്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിശുദ്ധിവാദങ്ങൾ ഒരുപക്ഷെ ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തത് അത് തന്നെയാണ്. അദ്ദേഹം പ്യൂർ ബ്ലഡിനെ കണ്ടെത്താനായിട്ട് ചില രാഷ്ട്രീയ സാഹസങ്ങൾ നടത്തി. ഐസിസില് ബാഗ്ദാദി ചെയ്യുന്നത് വളരെ ഇതേ കാര്യം തന്നെയാണ്. ബാഗ്ദാദി കൊല്ലുന്നതൊക്കെ മിക്കവാറും മുസ്ലിങ്ങളെ തന്നെയാണ്. അപ്പൊ അവിടെ ചോദ്യം യഥാർത്ഥ മുസ്ലിം ആര് എന്നുള്ളതാണ്. ശരിയായ മുസ്ലിം ആര്? കുരിശുയുദ്ധ കാലഘട്ടത്തിന് അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ സംഭവിച്ചിട്ടുള്ളതും ക്രിസ്ത്യൻസ് വേ കില്ലിംഗ് ക്രിസ്ത്യൻസ്. ക്രിസ്ത്യാനികളെ കൊല്ലുകയും ഒരു പ്രൊട്ടസ്റ്റന്റുകാരന്റെ നരകത്തിൽ
ഒരു കാത്തോലിക്കൻ അവൻ അവിടുത്തെ സ്ഥിരവാസിയാണ്. അതുപോലെ തന്നെ ഒരു കാത്തോലിക്കന്റെ നരകത്തിൽ ഒരു പ്രൊട്ടസ്റ്റന്റുകാരനും സ്ഥിരവാസിയാണ്. ക്രിസ്ത്യാനികളെ കൊല്ലുകയും. നമ്മൾ അടുത്തിടെ കണ്ടിട്ടുണ്ട് ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഇടയിൽ തന്നെയുള്ള അവരുടെ പ്രവർത്തനങ്ങളെ കാണിക്കുന്ന ഒരു കാർട്ടൂൺ. ദേ ആർ ഫൈറ്റിംഗ് എവരിബഡി, എല്ലാവരുമായി യുദ്ധം ചെയ്യുന്നു, അവസാനം ആരുമില്ല, ആ വാളെടുത്ത് അവർ സ്വന്തം വയറ്റിലേക്ക് കുത്തിയിറക്കുന്നു എന്നുള്ളതാണ്. ഒരു മതഭീകരന്റെ ചിന്താഗതിയാണ്. താൻ മാത്രം, അല്ലെ തന്റെ കൂട്ടർ മാത്രം ശുദ്ധരാണ്. എന്നാൽ ഈ ശുദ്ധിബോധത്തിന്റെ ഒരു പ്രശ്നം, പലപ്പോഴും ശുദ്ധിബോധത്താൽ പ്രകോപിതരാകുമ്പോൾ നമ്മൾ ആക്രമിക്കുന്നത് അന്യരെയോ എതിരാളികളെയോ ആയിരിക്കില്ല, മറിച്ച് നമ്മുടെ കൂട്ടരെ തന്നെ ആയിരിക്കും. അത് പലപ്പോഴും ഈ ഓട്ടോഫേജ് എന്നൊക്കെ പറയാറുണ്ട്. ഈ ചില കോശങ്ങൾ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ, ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കോശങ്ങളുണ്ട്. അവ ബാഹ്യകോശങ്ങളെയും എതിർകോശങ്ങളെയും അന്യകോശങ്ങളെയൊക്കെ തിന്നു തീർക്കുന്ന കോശങ്ങൾ. പ്രതിരോധിക്കുന്ന കാര്യത്തിലും അത്തരം കോശങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവയ്ക്ക് പലപ്പോഴും നിലം തെറ്റുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രാം തെറ്റുമ്പോൾ, ഈ കോശങ്ങൾ പലപ്പോഴും നമ്മുടെ സ്വന്തം കോശങ്ങളെ തന്നെ നശിപ്പിക്കാറുണ്ട്, സ്വന്തം കോശങ്ങളെ തന്നെ അറിയാതെ തിന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള രോഗങ്ങൾ പ്രതിരോധിക്കുക വളരെ പ്രധാനമാണ്, വളരെ പ്രശ്നമാണ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് പറയുന്നത് ഒരു സംഘടനയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കൂട്ടായ്മയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം ഇതൊരു അതിശുദ്ധിവാദത്തിൽ നിന്ന് അതിന്റെ ഒരു രാഷ്ട്രീയ പതിപ്പാണ്, ഒരു പുറംവാതിൽ പതിപ്പാണ് ഈ അതിശുദ്ധിവാദം എന്ന് പറയുന്നത്. മനുഷ്യനിൽ കലർപ്പുകളുണ്ടെന്നും അത് ഏത് പ്രസ്ഥാനത്തിലും, അത് യുക്തിവാദികളായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും അവർക്ക് പരിമിതികളുണ്ടെന്നും നമ്മൾ കാണുന്ന ശുദ്ധി അവർക്കിൽ ഉണ്ടാകണമെന്നില്ല എന്നും എല്ലാവരിലും യഥാർത്ഥത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കൂട്ടരുമായി ഒത്തുപോകാൻ കഴിയുക? നമ്മളുമായി പൂർണ്ണമായി ഒത്തുപോകുന്ന ആരും ഈ ലോകത്തില്ല, നമ്മൾ പോലും ഇല്ല. പലപ്പോഴും നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം ചില സമയങ്ങളിൽ വളരെ പരിതാപകരമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേറൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ വേറെ രീതിയിൽ ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ പലരും. നമുക്ക് പോലും നമ്മളോട് യോജിപ്പില്ലാത്ത ഏരിയകൾ നിലവിലുണ്ട് എന്നിരിക്കെ തൊട്ടടുത്തിരിക്കുന്ന ആളുമായിട്ട് നമ്മൾ എന്താണ് നോക്കേണ്ടത്? തീർച്ചയായും ഏതൊക്കെ മേഖലകളിൽ അയാളുമായി നമുക്ക് ഒത്തുപോകാൻ കഴിയും എന്നുള്ള ഒരു അന്വേഷണമായിരിക്കണം ആദ്യം നടത്തേണ്ടത്. മറിച്ച് വൈജാത്യങ്ങളും വ്യത്യാസങ്ങളും പെരുപ്പിച്ചു കാണിച്ച് വ്യക്തികൾക്കിടയിൽ മതിലുകൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സമീപനം, ഒരു സാമൂഹിക സമീപനം പലപ്പോഴും ദുരന്തങ്ങളാണ്, അല്ലെങ്കിൽ മോശം ഫലങ്ങളാണ് ഉണ്ടാക്കുക. അതിശുദ്ധിവാദത്തിനെതിരെ സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും ഒരു കരുതലെടുക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്തിടെ നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവാം, ഒരു വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഗായിക, അവരൊരു ഹോമിയോ ചികിത്സയിലൂടെ അവർക്ക് കണ്ണിന് കാഴ്ച നൽകി, അല്ല കിട്ടി എന്നുള്ള അവകാശവാദമാണ്. ഈ അവകാശവാദം 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഷെയറുകളോടെ ഈ ഫേസ്ബുക്കിൽ ആകെ വ്യാപിക്കേണ്ടായി. എല്ലാവരും, എന്റെ ഓഫീസിലൊക്കെ എന്റെ കൂടെ ഇരുന്ന അധ്യാപികമാരൊക്കെ പറഞ്ഞു, അവരങ്ങ് ചർച്ച ചെയ്യാണ്, ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ഇതിനകത്ത് ഇടപെടുക? നമുക്കറിയാം, നമ്മളുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ആശയ സംവേദനം ഉറപ്പാക്കുന്ന ശക്തികൾ നമ്മുടെ സമൂഹത്തിൽ പൂർണ്ണമായും എതിർപക്ഷത്താണ്. ഞാൻ മാധ്യമങ്ങളെ അന്ധവിശ്വാസങ്ങളുടെ അനോഫിലസ് കൊതുകുകൾ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇന്ന് അവരുടെ ഒരു മുഖ്യ ബാധ്യതയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ശാസ്ത്രബോധം എന്നുള്ളത് പത്രലേഖകർക്കും മാധ്യമപ്രവർത്തകർക്കും ഈ എന്താ പറയുന്നില്ലേ, കുരിശ് കണ്ട പ്രേതത്തെ പോലെയാണ് ഒരു സയൻസ് എന്ന് പറയുന്നത്. നോക്ക്, അവരുടെ വാർത്തകളെല്ലാം സയൻസിനെതിരെയാണ്, യുക്തിബോധത്തിനെതിരെയാണ്, എല്ലാം മതാത്മകമായ പടപ്പുകളാണ് വാർത്തകളെല്ലാം തന്നെ. വൈക്കം വിജയലക്ഷ്മിക്ക് കാഴ്ചശക്തി കിട്ടി എന്ന് പറയുന്ന വാർത്ത കേരള കൗമുദിയുടെയൊക്കെ ഫ്രണ്ട് പേജിലാണ് വന്നത്. ഇന്ന് എന്താണ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് കാഴ്ചശക്തി ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. അവർക്ക് പിന്നീട് എല്ലാവരും മനസ്സിലായി, എന്തൊക്കെ നിൽക്കുന്നതായിട്ട് തോന്നി, വെളിച്ചം വരുന്നതായിട്ട് കണ്ടു, തീർന്നു.
അവരുടെ കാഴ്ച തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ഹോമിയോക്കാരൻ ഇതുപോലെ പല പല കപടമായിട്ടുള്ള വ്യാജമായിട്ടുള്ള അവകാശവാദങ്ങൾ നടത്തുന്നതിൽ മാത്രം ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയും വിജയലക്ഷ്മിയും കൂടി ഒരു വേദിയിൽ പാടിയ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണും. പക്ഷെ എന്താ ഇവിടെ സംഭവിച്ചത്? വി വർ ഏബിൾ ടു ഡിസ്ക്രെഡിറ്റ് ഇറ്റ്, ഓർ ദിസ് തിയറി വാസ് ഡിസ്ക്രെഡിറ്റഡ് ഓൺ ഇറ്റ്സ് ഓൺ. സ്വയം കപടവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ വെളിവാക്കപ്പെട്ട ഒരു അവകാശവാദമായിരുന്നു അത്. വിജയലക്ഷ്മി പോലും ഇട്ടിട്ടോടി. പക്ഷേ നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല, ഈ സാധനം 100 പേര് കേട്ടിട്ടുണ്ടെങ്കിൽ കേവലം ഒരു 50% പോലും സത്യാവസ്ഥ ഇപ്പോഴും അറിയില്ല. ബാക്കി വരുന്ന 50% മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അവരിടപെടുന്ന മേഖലകളിലേക്ക്, അവരുടെ വിദ്യാർത്ഥികളിലേക്ക്, അവരുടെ ബന്ധുക്കളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് ഈ ആശയങ്ങൾ മ്യൂട്ടേറ്റഡ് വേർഷൻസ്, ഉൽപരിവർത്തനം സംഭവിച്ചിട്ടുള്ള വകഭേദങ്ങളായിട്ട് ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന്റെ ഉപഭോക്താവ്? ശരിയായ ഹോമിയോക്കാരൻ. ഹോമിയോയെക്കുറിച്ച് ഒരു വലിയ തോതിലുള്ള സംശയം, ഈവൻ ഹോമിയോ ഒരു കപട ചികിത്സയാണ് എന്ന് ബോധ്യമുള്ളവരിൽ പോലും ഉണ്ടാക്കാൻ അടുത്തത് വരട്ടെ. ചിലർ പറയുന്നുണ്ട്, ഇതിപ്പോ ഇങ്ങനെ നമുക്ക് തള്ളാം, ഇത് നമുക്ക് തള്ളാം, പക്ഷേ അടുത്തത് വരട്ടെ എന്ന് ചിലരെനിക്ക് പറയുന്നത് കിട്ടും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദേ ആർ നോട്ട് കൺവിൻസ്, ടോട്ടലി കൺവിൻസ്. പക്ഷേ നിങ്ങൾക്കറിയാം, ഈ ടോട്ടലി കൺവിൻസ്ഡ് അല്ലാത്ത ആളുകൾ അവർ യഥാർത്ഥത്തിൽ അന്ധവിശ്വാസികൾ തന്നെയാണ്. കാരണം ഞാനൊരു മുതലക്കുളത്തെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം എപ്പോഴും പറയാറുണ്ട്. ചിലര് മുതലക്കുളത്തില് മുതലുണ്ട് എന്ന് കരുതും. സ്വാഭാവികമായിട്ട് അവരതിനകത്ത് ഇറങ്ങി കുളിക്കില്ല. ചിലർ പറയും മുതല ഉണ്ടായേക്കാം, അവരും കുളിക്കില്ല. ചിലർ പറയും മുതല ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും തുല്യ സാധ്യതയാണ്, അവരും മുതലക്കുളത്തിൽ അവർ കരക്കിരിക്കത്തേ ഉള്ളൂ, അവരും പോവില്ല. ചിലർ പറയും മുതല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ മുതല ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തെ മാനിക്കാൻ ഞാൻ തയ്യാറാണ്, അവരും കുളിക്കാൻ ഇറങ്ങില്ല. മുതലയില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യം, ഇന്നുവരെ അവിടെ ഒരു മുതല ഉണ്ടായിട്ടില്ല, ആ കുളത്തിൽ മുതലയ്ക്ക് വസിക്കാൻ കഴിയില്ല, മുതല എന്ന് പറയുന്ന ജീവി വ്യത്യസ്തമായ ഒന്നാണ് എന്ന് കരുതുന്ന ഒരു ന്യൂനപക്ഷം ഉണ്ടാവും. പക്ഷെ അതിനു മുന്നേ തന്നെ ഈ കുളത്തിൽ മുതലുണ്ട് എന്നുള്ള ഒരു ബോർഡ്, എഴുതാത്ത ബോർഡ്, അലിഖിതമായ ഒരു ബോർഡ് അവിടെയെല്ലാം പ്രസരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും. ആരും മുതലക്കുളത്തിൽ ഇറങ്ങില്ല. അരവിശ്വാസം, കാൽ വിശ്വാസം, അല്പവിശ്വാസം, 1% വിശ്വാസം എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായി 100% അന്ധവിശ്വാസത്തിന് തുല്യമാണ്. ഈ വിജയലക്ഷ്മിയുടെ എപ്പിസോഡ് കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചടുക്കി നാനാവിധമാക്കിയാലും അതിന് പൂർണ്ണത ഉണ്ടാവില്ല. ആന്റിബയോട്ടിക് പോലെയാണ്. ഫുൾ കോഴ്സ് ആന്റിബയോട്ടിക്കിൽ കഴിച്ചാൽ രക്ഷപ്പെടാം. പക്ഷെ ഇത് ഫുൾ കോഴ്സ് കഴിച്ചാലും ഒരു 10% ആൾക്കാർ മാത്രം ചിലപ്പോ അവരാദ്യം ഇത് കിട്ടി, പിന്നീടുള്ള ഡിസ്കഷൻ അവർ ഫോളോ ചെയ്യുന്നില്ല, അവരിലേക്ക് ഇത് കയറുന്നു, അവരിത് പരത്തുന്നത് എങ്ങനെയാണ്? പലപ്പോഴും കപട സിദ്ധാന്തങ്ങൾ പരക്കുന്നത് അവിശ്വസനീയമായ രീതിയിലാണ്. നിങ്ങൾ പൂർണ്ണമായും പൊളിച്ചടുക്കിയാലും കുറഞ്ഞ ഒരു കാലയളവിനുള്ളിൽ ഈ അന്ധവിശ്വാസങ്ങളെ കുറിച്ചുള്ള ധാരണ ഈ സമൂഹത്തിൽ പെട്ടെന്ന് പെരുകുന്ന കാണാം. അതുകൊണ്ടാണ് നീക്കം ചെയ്യപ്പെടുന്ന പല അന്ധവിശ്വാസങ്ങളും, പൂർണ്ണമായും ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന പല അന്ധവിശ്വാസങ്ങളും ഒരു ചെറിയ കാലയളവിന് ശേഷം സംഹാരഭാവത്തോടു കൂടി തിരിച്ചു വരുന്നു. ഇത് പൂർണ്ണമായും നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇത് പലപ്പോഴും നമ്മളുടെ ജനങ്ങളുടെ സെറിബ്രൽ ബയസ് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പൊ ജല്ലിക്കെട്ട്. ഇപ്പൊ നിങ്ങൾ പത്രവാർത്ത വായിച്ചു, എന്താ സംഭവിക്കുന്നത്? ആധുനിക നാഗരികതയ്ക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണത്. പക്ഷെ ഒരു ജനത മുഴുവൻ ഒരു ഭരണാധികാരിയുടെ കാലിൽ വീണ് ഭരണം നടത്തിക്കൊണ്ടിരുന്ന മന്ത്രിമാരുൾപ്പെട്ട ഒരു ഭരണകൂടം, അതിന്റെ ജനങ്ങൾ സിനിമാക്കാരന്റെ പോസ്റ്ററിനകത്ത് പാലൊഴിക്കാൻ കയറി തലയും കുത്തി വീണ്. അപ്പൊ തലയും കുത്തി വീണെങ്കിലും ഗുണമുണ്ട്, അവന്റെ കുടുംബത്തെ സിനിമാക്കാരനെ ഏറ്റെടുത്തോളും. ഇവരെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്കറിയാവുന്ന രീതിയില്ല, എല്ലാ കപടമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള മതാത്മകമായിട്ടുള്ള സിദ്ധാന്തക്കാരും അവർ പിടിച്ചു നിൽക്കുന്നത് വലിയ തോതിലുള്ള സാമൂഹ്യപരമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ്. സാമൂഹ്യ പ്രവർത്തനത്തിലൂടെയാണ്. അതിലൊന്നാണ് ചാരിറ്റി.
സിനിമ ഫാൻസ് അസോസിയേഷൻസ് മുഴുവൻ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സിനിമാ താരത്തിന്റെ പുറകെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ സിനിമാ താരങ്ങളുടെ പുറകെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ ആ അസോസിയേഷൻ വെച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പൊ അതിനൊരു കാരണമുണ്ടാക്കുന്നു. മതവിശ്വാസികൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഓരോരോ ആശയങ്ങൾ തള്ളിക്കളയുമ്പോഴും അവരിപ്പോ പറയുന്നതാണ് കുറെ നന്മ ചെയ്യുന്നു. ആൾ ദൈവങ്ങളെ കുറിച്ച് പറയുമ്പോൾ 100 കോടി കിട്ടുന്നിടത്തുനിന്ന് അതില് 1 കോടി പലർക്കായിട്ട് വീതിച്ചു കൊടുത്തിട്ട് 10 കോടിയുടെ പരസ്യവും കൊടുക്കുന്നു. ബാക്കി 90 കോടി അവരുടെ കയ്യിൽ അവർ വലിയ ബിംബവൽക്കരിക്കപ്പെടുന്നു. എല്ലാവരും അവരുടെ ഈ അഴുക്ക് വൃത്തിയാക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ചാരിറ്റിയിലൂടെയൊക്കെയാണ്. ഈ അടുത്തിടെ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ഒരാൾ ചോദിച്ചു, നമുക്ക് എന്തുകൊണ്ട് ചാരിറ്റി ചെയ്ത് ജനങ്ങളെ കയ്യിലെടുത്തുകൂടാ? ചാരിറ്റി ചെയ്ത് ജനങ്ങളെ കയ്യിലെടുക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ട്. ഒന്നാമത് അതൊരു കപടമായ, ഈ അധ്യാപകൻ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുകയും അധ്യാപകന്റെ കാലെ തൊട്ട് തൊഴുകയൊക്കെ ചെയ്യുന്നതിലുള്ള കാപട്യം തന്നെയാണ്. ചില കുട്ടികളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്റേണൽ മാത്സ് ആണല്ലേ. കുട്ടികളെല്ലാം ഈ മാർക്സിസ്റ്റുകളാണല്ലോ. ഇന്റേണൽ മാത്സ് ആണ് ഉദ്ദേശിച്ചത്. ഇന്റേണൽ മാത്സ് ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആരാ തിരിഞ്ഞു നോക്കുന്നത്? ഞാൻ ചോദിച്ചൊരു കാര്യം, നിങ്ങൾ അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരാളുടെ കാലേ വീഴുന്നത്. അത് വളരെ കപടമായൊരു നിലപാടാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഒരു തെറ്റായ ചിത്രമാണ് നിങ്ങൾ അധ്യാപനം കൊടുക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ അനുഗ്രഹം. അതായത് യു ആർ ചീറ്റിംഗ് യുവർ ടീച്ചർ ബിക്കോസ് യു ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ദാറ്റ് ബട്ട് സ്റ്റിൽ യു ഡു ഇറ്റ്. വൈ? നിങ്ങളുടെ ഒരു കാര്യസാധ്യത്തിനായിട്ട്. പലപ്പോഴും ഈ ചാരിറ്റിയുടെ കാര്യത്തിലും ആ പ്രശ്നമുണ്ട്. ഹാജി മസ്താന്റെ ചാരിറ്റിയെ കുറിച്ച് ഞാൻ പലയിടത്തും എഴുതിയിട്ടുണ്ട്. ഹാജി മസ്താനെ ബോംബെയിലെ അദ്ദേഹത്തിന്റെ തെരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസുകാർ വിറയ്ക്കുമായിരുന്നു. അങ്ങോട്ട് ജീപ്പ് പോലും കയറ്റിവിടില്ല. ദാവൂദ് ഇബ്രാഹിമിന്റെ ചാരിറ്റിയെ കുറിച്ച് നിങ്ങൾ ഒന്ന് പഠിക്കേണ്ട കാര്യമാണ്. ദ എമൗണ്ട് ഓഫ് മണി ഹി പമ്പ് ഇൻ ടു ചാരിറ്റി. മിക്കവാറും അമിതമായ ചന്ദ്രപ്പൻ എന്ന് പറയുന്ന മണിച്ചൻ എന്ന് പറയുന്ന നമ്മുടെ ചിറയൻകീഴ് ഒരു അബ്ഗാരി കോൺട്രാക്ടർ ഉണ്ട്. പുള്ളിയുടെയും മെയിൻ ബിസിനസ് എന്ന് പറയുന്ന ചാരിറ്റി തന്നെയാണ്. അവിടുത്തെ അമ്പലത്തിലെ ആനയെ നടക്കിലിരിക്കുന്ന തൊട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ കല്യാണം നടത്തി കൊടുക്കുക, പഠനോപകരണങ്ങൾ കൊടുക്കുക, അരി എത്തിക്കുക. അയാളെ സംബന്ധിച്ച് കള്ളക്കടത്ത്, സ്പിരിറ്റ് കടത്തുന്നു, അതിനകത്ത് കിട്ടുന്ന പൈസ കുറച്ചെണ്ണം കൊടുക്കുന്നു, അയാളുടെ മൊത്തം കാര്യങ്ങൾ അയാളെ ന്യായീകരിച്ചെടുക്കുന്നു. ആൾ ദൈവങ്ങളെ നോക്കുക, അവർ പ്രധാനമായും ചാരിറ്റി. കഴിഞ്ഞ 150 വർഷമായിട്ടാണ് മതം ചാരിറ്റിയിലേക്ക് തിരിഞ്ഞത്. അതിനുമുമ്പ് മിറക്കിളുകൾ ആയിരുന്നു. ഇന്നിപ്പോ മിറക്കിളുകൾക്ക് വലിയ സാധ്യതയില്ല. ഭസ്മം എടുക്കുന്ന ദൈവങ്ങളൊക്കെ അസ്തമിച്ചു കഴിഞ്ഞു. TV വന്നതിന് ശേഷം ഭസ്മം എടുക്കുന്ന ദൈവങ്ങൾ ഇല്ല. ഇവരെല്ലാം ഉപയോഗിക്കുന്ന ചാരിറ്റിയാണ്, അതിലൂടെ ജനങ്ങളെ നേടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പോകുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ റോഡുകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണാം, വൃക്ക രോഗം സഹായം ആവശ്യമുണ്ട്, ഹൃദ്രോഗം സഹായം ആവശ്യമുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഞങ്ങൾ സ്ഥിരം കാണുന്ന. അപ്പൊ ഇതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചോദ്യം, അവർക്ക് പെട്ടെന്ന് പൈസ വേണം, അപ്പം ആ ചാരിറ്റി അല്ലേ നല്ലത്, അല്ലാതെ വെറുതെ അവരാര് കൊടുക്കാനാണ്? ഓക്കെ, അതിനകത്തൊരു പോയിന്റ് ഉണ്ട്, ഞാൻ സമ്മതിച്ചു. പെട്ടെന്ന് സഹായം വേണ്ടെടുത്ത് ആളുകൾ ചേർന്ന് കൊടുക്കുക. പക്ഷെ ആ തലത്തിലല്ല ഇന്ന് പോകുന്നത്. ഇന്ന് നമ്മൾ പോകുന്ന തെരുവിൽ മുഴുവൻ ഇങ്ങനെ സഹായ അഭ്യർത്ഥനകളാണ്, ഫ്ലെക്സ് വഴിയുള്ള കൈനീട്ടലുകൾ. യഥാർത്ഥത്തിൽ ഇവിടെ രോഗാതുരനായി വരുന്ന ഓരോ പൗരനും, ഇപ്പോൾ ഉദാഹരണമായിട്ട് റോഡിലൂടെയുള്ള ഗതാഗതങ്ങൾ തന്നെ, നിങ്ങളൊരു അപകട ഇൻഷുറൻസ് ആയിട്ട് കൊടുക്കുന്ന തുകയിൽ ഒരു 10 രൂപ ഓരോ യാത്രക്കാരനും വർഷാവർഷം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഫണ്ടായിരിക്കും. ആ ഫണ്ടിൽ നിന്ന് അപകടത്തിൽ വരുന്ന എല്ലാവർക്കും, എല്ലാ പൗരന്മാർക്കും, എല്ലാ യാത്രക്കാർക്കും ഉടനടി സഹായം കിട്ടത്തക്ക രീതിയിൽ ഒരു പദ്ധതി ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ആർക്കും യഥാർത്ഥത്തിൽ ആരെയും നിന്ന് കൈനീട്ടേണ്ട കാര്യമില്ല. ആരെങ്കിലും ആപത്തിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അപ്പോഴേ ആ പൈസ റിലീസ് ചെയ്യുകയാണ്. ഈ എരന്ന് വാങ്ങിക്കുന്നവന് എപ്പോഴും ഒരു അപകർഷതാബോധം ഉണ്ടാവും. നിങ്ങളുടെ കരൾ രോഗത്തിന് നിങ്ങളെ ചികിത്സിച്ച് നിങ്ങളെ ഭേദമാക്കി എടുത്തു എന്നിരിക്കട്ടെ, നാട്ടുകാരെ താലോലിച്ച് തിരിച്ചു കൊണ്ടുവന്ന് വെക്കുക വീട്ടിൽ. കുറെ കഴിയുമ്പോൾ നിങ്ങളെ നോക്കുന്ന നോട്ടത്തിലൊക്കെ ഞങ്ങൾ മൂലമാണ്, ഞങ്ങളുടെ ദാനമാണ് നിന്റെ ജീവിതം എന്നുള്ള ഒരു നോട്ടം ഉണ്ടാവും. ചിലരൊന്നും ഇത് പറയില്ല, ചിലരൊന്നും ഇത് പുറത്തു കാണിക്കുകയില്ല. പക്ഷെ ഏതെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോൾ, നീ കൂടുതലൊന്നും പറയണ്ട, നിന്റെ ജീവിതം എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ദാനമാണ് എന്നൊരു വാക്യം വരാം. രോഗം പോയെങ്കിലും പ്രശ്നം പോയെങ്കിലും ജീവിതകാലം മുഴുവൻ ആരുടെയോ പിച്ചയാണ് തന്റെ ജീവിതം എന്നുള്ള ഒരു അപകർഷതാബോധം ഈ മനുഷ്യനുണ്ടാവാൻ വലിയ സാധ്യതയുണ്ട്. പക്ഷെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക, എല്ലാ ഹൃദ്രോഗികൾക്കും, എല്ലാ കരൾ രോഗികൾക്കും, എല്ലാ വൃക്ക രോഗികൾക്കും ആരെന്നറിയാതെ
സർക്കാർ അല്ലെ പൊതുവ്യവസ്ഥയിലൂടെ പണം കിട്ടുകയാണെന്നിരിക്കട്ടെ. അപ്പൊ ഈ അപകർഷതാബോധം ആരുമല്ല നമ്മളെ സഹായിച്ചത്. ഇപ്പൊ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിൽ അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. ഇത് ഓരോ വ്യക്തിക്കും തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നല്ലതോ ചീത്തയോ നടപ്പിലാക്കാനായിട്ടുള്ള ഒരു ടൂളായിട്ട് ചാരിറ്റി മാറുന്നുണ്ട്. നമുക്ക് ഈ ചാരിറ്റി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. ചാരിറ്റി ചെയ്യാൻ ആദ്യം വേണ്ടത് സമ്പത്താണ്. സ്വതന്ത്രേന്ത്യരുടെ കയ്യിൽ ഇല്ലാത്തതും സമ്പത്താണ്. പോക്കറ്റ് കൈയിടുമ്പോൾ ഒന്നും കാണില്ല. വല്ലാത്തൊരു അപകർഷതാബോധം. സഹായിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ഇത് മാത്രമല്ല, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ മതവിമർശനം, അശാസ്ത്രീയമായ പ്രവണതകൾക്കെതിരെയുള്ള യുദ്ധം, പോരാട്ടം, ഇതൊക്കെ വേറെ ആരാ ചെയ്യുന്നത്? ആരും ചെയ്യാനില്ല. നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ ചെയ്യേണ്ട ജോലി കേരളത്തിൽ ആരും ചെയ്യില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് സ്വയം മഹത്വപ്പെടുത്താനും ആളുകളെ മുന്നിലെ കൊണ്ട് നല്ലത് പറയിപ്പിക്കും. ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച് ഇവിടെ യുക്തിവാദം ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ കരുതുക വേണ്ട. നിങ്ങൾ പറയുന്നത് യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ ആണെങ്കിൽ ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ള ധാരണ വലിയ അബദ്ധമാണ്. അങ്ങനെ നല്ലത് പറയിപ്പിക്കുക എന്ന് പറയുകയാണെങ്കിൽ വേറെ ഒരുപാട് സിദ്ധാന്തങ്ങളും പ്രവർത്തന രീതികളുണ്ട്. ചാരിറ്റിയൊക്കെ പലപ്പോഴും ഒരു ഡൈവേർഷനാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുകയാണെങ്കിൽ വ്യക്തിപരമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്ക് ഓരോ സഹായങ്ങൾ കൊടുക്കുന്നതിലും അതിനൊന്നും പരസ്യമാക്കേണ്ട കാര്യമില്ല. മനുഷ്യനോടുള്ള കരുതലും അവന്റെ സ്നേഹവും ഒക്കെയാണ്. പക്ഷേ പ്രസ്ഥാനങ്ങൾ മൊത്തത്തിൽ ചാരിറ്റിയിലേക്ക് തിരിയുക, അങ്ങനെ നല്ല ഇമേജ് ഉണ്ടാക്കുക. നല്ല ഇമേജ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു കാപട്യമുണ്ട്. ഇല്ലാത്ത ഒന്നും ഉണ്ടാക്കുന്നു എന്നാണ്. ഞാൻ കരുതുന്നത് ബെറ്റർ ടു ബി ട്രൂ ടു വൺ സെൽഫ് ആൻഡ് ടു അതേഴ്സ്. നമ്മളോട് തന്നെ സത്യസന്ധത പാലിക്കുക, മറ്റുള്ളവരോട് സത്യസന്ധത പാലിക്കുക. നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഇറ്റ്സ് എൻ എഡ്യൂക്കേഷണൽ പാക്കേജാണ്. ഒരു സെറിബ്രൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അവിടെ നമ്മളെ വലിയ ആൾക്കൂട്ടങ്ങളുടെ ആവശ്യമില്ല. ചെറിയ ആൾക്കൂട്ടങ്ങൾക്ക് ഒരു പോലീസ്, 100 പേരുള്ള ഒരു പോലീസ് എങ്ങനെയാണോ 10 ലക്ഷം പേരെ വളരെ വിജയകരമായി നിയന്ത്രിക്കുന്നത്, അതുപോലെ മഹത്തായ ആശയങ്ങൾ, ശക്തിമത്തായ ആശയങ്ങൾക്ക് ഒരു ജനതയെ മൊത്തത്തിൽ സ്വാധീനിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ആശയങ്ങളുടെ ഒരു പരിസരം സൃഷ്ടിക്കുക, അത്തരത്തിലുള്ള ആശയങ്ങളുടെ ഒരു പ്രവാഹം നിർമ്മിക്കുക എന്നുള്ളതായിരിക്കണം യുക്തിവാദികളുടെയും സ്വതന്ത്ര ഇന്ത്യകളുടെയും അടിസ്ഥാന കർത്തവ്യം എന്ന് ഞാൻ കരുതുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നതിനോടൊപ്പം കേരളയില്ല യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം, ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാനുള്ള കർത്തവ്യം എന്നിൽ നൽകിയിരിക്കുകയാണ്. വളരെ സസന്തോഷത്തോടെ എന്നെ ഇവിടെ ക്ഷണിച്ചതിനും അതോടൊപ്പം തന്നെ ഈ മീറ്റ് ഉദ്ഘാടനം ചെയ്യാനായി ഒരു അവസരം തന്നതിനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ മീറ്റ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.